രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ നിരവധി ആളുകൾ ഈ വിഷയത്തിന് ശേഷം സംസാരിച്ചു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുതൽ ഇപ്പോൾ നമ്മൾ ലൈവിന് കയറുന്നതിന് ഒരു 2 മിനിറ്റ് മുമ്പ് CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും രാജ്യസഭാ MP-യുമായ എ റഹീം വരെയുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ള പലരും വിളിച്ച് പരസ്യമായ പിന്തുണ ഈ വിഷയത്തിൽ നമുക്ക് റിപ്പോർട്ടർ എന്ന സ്ഥാപനത്തിനും ഞാൻ വ്യക്തിപരമായും നൽകുന്ന ഒരു കാര്യമുണ്ടായി. അതായത് മതനിരപേക്ഷ കേരളം ഒന്നാകെ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ ഒരു തരിമ്പ് സത്യമുണ്ടോ എന്ന തരത്തിൽ ഈ കണ്ട സോഷ്യൽ മീഡിയയിൽ പോലും എഴുതുന്ന ഒരു ചെറിയ കുറിപ്പ് പോലും നമ്മൾ കണ്ടില്ല എന്നതാണ് സന്തോഷമുള്ള ഒരു കാര്യം. ഇതിൽ വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹത്തിന് ഉത്തരമില്ലായിരുന്നു എന്നതാണ് അദ്ദേഹത്തെ ഈ തരത്തിൽ ചൊടിപ്പിക്കാൻ കാരണം. നമുക്കറിയാം 2-2.5 മാസമായി ഒരു നാടിനെ, ഒരു സമുദായത്തെ, ഒരു പ്രദേശത്തെ മുഴുവൻ വർഗീയ ചാപ്പ കുത്തി നിരന്തരം വിമർശിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. ആ വിമർശനത്തിന് ശിവഗിരി മഠത്തിൽ നടന്ന സമ്മേളനത്തിന് ശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് പല വിധത്തിലുള്ള രാഷ്ട്രീയ ചോദ്യങ്ങൾ അദ്ദേഹത്തോട് പലരും ഉന്നയിച്ചു. അതിൻ്റെ ഏറ്റവും അവസാനമാണ് മലപ്പുറത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യം ഒരു ദേശീയ മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നത്. അതിന് ചുവട് പറ്റിയാണ്. എന്തുകൊണ്ടാണ് അത് സത്യം പറഞ്ഞാൽ നമുക്ക് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് കൂടി ചോദിച്ചതാണ്. കാരണം ഇദ്ദേഹം നിരന്തരം മലപ്പുറത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ SNDPക്ക് സ്ഥലം നൽകാത്തത് കൊണ്ടാണോ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റാത്തത് എന്ന വളരെ ന്യായമായ ആളുകൾക്ക് അറിയാണ്ട ഒരു ചോദ്യം ചോദിക്കുകയായിരുന്നു ഞാൻ അപ്പോൾ ചെയ്തത്. അതിന് അദ്ദേഹം സ്ഥലമൊക്കെയുണ്ട്, അനുമതിയില്ല എന്ന മറുപടി നൽകി. അനുമതി നൽകേണ്ടത് ആരാണ് എന്ന് തിരിച്ചു ചോദിച്ചു. അനുമതി നൽകേണ്ടത് സർക്കാരാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 9 വർഷമായി ഇവിടെ പിണറായി വിജയൻ സർക്കാരല്ലേ, അവരല്ലേ അനുമതി നൽകേണ്ടത് എന്ന ചോദ്യത്തിന് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഉത്തരമില്ലായിരുന്നു. ഉത്തരമില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ സർക്കാരിനെ പരസ്യമായി അതിലെ ഒരു കക്ഷിയെപ്പോലെ പിന്തുണയ്ക്കുന്ന ഒരാളായി വെള്ളാപ്പള്ളി നടേശൻ മാറിയതുകൊണ്ട് അദ്ദേഹത്തിന് സർക്കാരിനെതിരായി ഒന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം നാട്ടിൽ നമുക്ക് SNDPയുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. ഇന്നലെ വൈകിട്ട് തന്നെ നിന്നെക്കുറിച്ച് പൂർണ്ണമായ വിവരങ്ങൾ തരാനുള്ള നിർദ്ദേശം ലഭിച്ചു എന്ന് SNDPയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇന്ന് എഴുതി തയ്യാറാക്കി എൻ്റെ പേര്, നാട്, എൻ്റെ ഭാവി കാലങ്ങൾ എല്ലാം എടുത്ത് ഒരു തീവ്രവാദ ചാപ്പ നൽകിയത്. അതിന് നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ അതിനൊന്നും നമ്മൾ സത്യം പറഞ്ഞാൽ മറുപടി പറയേണ്ട ഒരു കാര്യമേ അല്ല. അതൊക്കെ നമ്മളെ അറിയാവുന്ന, നമ്മൾ പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണല്ലോ, അവരതിന് ഉത്തരം നൽകുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. താങ്ക് യു റഹീസ് റഷീദ്. തീവ്രമായി തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക. ഒരു പേര് കണ്ടും ഒരു നാട് കണ്ടും വേഷം കണ്ടും തീവ്രവാദിയായി മുദ്രകുത്തുന്നവരെ ഈ സമൂഹം തിരിച്ചറിയും എന്നത് ഉറപ്പാണ്. താങ്ക് യു റഹീസ് റഷീദ്. നിർഭയം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക.